അടുത്ത വോയിസ്. നീ എന്നിട്ട് ലാസ്റ്റ് നീ കിടന്ന് കുണയ്ക്കുന്നുണ്ടല്ലോ ഒരു കഴിവേര് കാറൊക്കെ മോളെ. നീ ആരേടി നീ പേടിപ്പിക്കുന്ന അറവാണി പൂരി? നീ എനിക്കിട്ട് കിടന്ന് നീ ഊമ്പാന്നിക്കല്ലേ കൊലയിലടി ഊമ്പി മോളെ. ഇത് എടി പോടി നിന്റെ വിചാരം ഏതാ? നീ ആരാണ് നിന്റെ വിചാരം? ഞാൻ കമന്നിട്ട് നിനക്ക നിന്റെ തന്തയ്ക്കോ തള്ളയ്ക്കോ അല്ലല്ലോ. പിന്നെ നീ അത്ര കിടന്ന് കഴിക്കേണ്ട കാര്യം എന്തോടി എന്തടി? എടേ, ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ആ കുട്ടി എന്തുമാത്രം ഇവനെ 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 അങ്ങോട്ട് സഹിച്ചു എന്ന് ആലോചിച്ച് നോക്കണേ. ഇതിലെന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ ഇന്നത്തെ ദിവസത്തോടെ ഞാൻ മൈൻഡ് ആകെ ഔട്ടായി. ഞാൻ ഡിപ്രഷനിലേക്കൊക്കെ പോയ ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ തിരിച്ച് അതേ ഒരു അവസ്ഥയിൽ ഇരുന്ന് കരയുവാണ് ഞാൻ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നേ ഇല്ല. സത്യം പറഞ്ഞിട്ട് ഇവനെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഒരു അവസ്ഥയിലെത്തി. ഇതിനെതിരെ സംസാരിച്ചിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇവിടുത്തെ റിയാക്ഷൻ ബ്ലോഗറൊക്കെ ഇവിടെ ഫസ്മിന സാക്കിറിലല്ലു ഇവർക്കെതിരെയൊക്കെ സംസാരിക്കാനും ഇവരുടെ വീട്ടിലൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ട് സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര നാക്കാണല്ലോ. ഇതിന് വെൽക്കം, വണക്കം. നമ്മുടെ കളങ്കാവൽ എന്നുള്ള സിനിമയ്ക്കകത്തൊരു സൈക്കോപാത്തിനെ നമ്മൾ കണ്ടു. നിലാക്കായും വെളിച്ചം പൊങ്കുതേ പരവസം. ആ ഒരു പാട്ടിൻ്റെ അകത്ത് ആ ഒരു സൈക്കോപാത്തിനെ നമ്മൾ കാണുന്നു. ആ സിനിമയ്ക്കകത്ത് മമ്മൂക്കയാണ് ആ ഒരു വേഷം അഭിനയിച്ചത് വളരെ നന്നായിട്ട്. അതുപോലെ സൈക്കോപാത്തിനെയാണ് ഈ ഒരു വീഡിയോയ്ക്കകത്തൂടെ നിങ്ങളെ മുമ്പിലേക്ക് വരച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇനി ഇത് കാണുന്ന നിയമപരമായിട്ട് ഈ പറയുന്ന സാധുവായിട്ടുള്ള മറ്റാരുടെയും സപ്പോർട്ടോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാതെ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള പെൺകുട്ടി ഈ കൊച്ചിയിൽ വന്ന് കഷ്ടപ്പാട് പഠിത്തവും നിർത്തി ജോലിക്ക് വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയും അതിനിടയിൽ അതിനെ മാരകമായിട്ട് ബുള്ളി ചെയ്യുകയും അതിനെ കൊല്ലാക്കൊല ചെയ്യുകയും അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ഇനി ഒരു ഹാഷ്ടാഗ് ചിലപ്പോൾ ഈ കുട്ടിയുടെ പേരിൽ വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. കാരണം അവിടെ ഫോർട്ട് കൊച്ചി സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തിട്ടും അതിനൊരു നിയമപരമായിട്ടുള്ള ഒരു പരീക്ഷയോ ഒരു സപ്പോർട്ടോ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതും കൂടെ മുഖവിലേക്ക് എടുക്കണം. അപ്പം ഈ ഒരു കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനും കൂടെ അതിനകത്തൊരു ഒരു കരുനിഴൽ വീഴുന്ന ഒരു കളങ്കം വീഴുന്നൊരു വാർത്തയായിട്ട് മാറും എന്നുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. കാരണം അങ്ങേയറ്റം ആ കുട്ടി, ഞാൻ സംസാരിച്ചു, ആ കുട്ടി അങ്ങേയറ്റം അത് ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്നതാണ്. ഒരു സൈക്കോപാത്തിൻ്റെ ഇതിൽ അയാളുടെ ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു കുട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. വരുന്ന ദിവസങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഒരു ഹാഷ്ടാഗ് സംവിധാനം എല്ലാവരും എടുത്തു വെച്ചുള്ളൂ, #4her ആണല്ലോ. ഇനി എനിക്ക് ആ കുട്ടിയോട് പറയാനുള്ളത്, നിങ്ങളോട് തുടക്കത്തിൽ തന്നെ ഞാൻ മറ്റുള്ളവരോട് അപേക്ഷിക്കുകയാണ്, ആർക്കെങ്കിലും ആ കുട്ടിയെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ ഒന്ന് സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം. അവരെ നിയമപരമായിട്ട് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്യോഗസ്ഥരുടെ ലെവലിൽ സപ്പോർട്ട് ചെയ്യാൻ എന്താണെങ്കിലും അതിനുള്ള സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണം. അത്രയും ഹെൽപ്ലെസ് ആണ് ആ കുട്ടി. അത് മരണത്തിൻ്റെ ആ അരികിൽ ചെന്ന് നിൽക്കുകയാണ്. അവരെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ടില്ലെങ്കിൽ നാളെ കരയാനും മാധ്യമങ്ങളെല്ലാവരും ഒക്കെ വരും. ഓക്കെ, സോ അതുകൊണ്ടാണ്. സോ നമുക്ക് വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഈ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചത് ഏതാണ്ട് ഒരു കാര്യം സംസാരിക്കണമെന്ന് മെയ് 3-ാം തീയതി എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ വിഷയമാണോ എന്ന് അറിയത്തില്ല. ഹലോ ചേട്ടാ, ഒന്ന് റിപ്ലൈ തരും, ഒരു കാര്യം പറയാനാണെന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ മേ ബി അപ്പോഴേ ഈ വിഷയം തുടങ്ങിയിട്ടുണ്ടാകും. പക്ഷേ എന്നെ അറിയാമല്ലോ, ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊക്കെ ഇഷ്ടംപോലെ മെസ്സേജസ് വരുന്നുണ്ട്, പലതും കാണാറില്ല. അപ്പോൾ അതിനുശേഷം യെസ്റ്റർഡേ, ഇന്നലെയാണ് കുട്ടി ഒരു 7:51 ആയ സമയത്ത് എനിക്കൊരു വീഡിയോ അയച്ചിരുന്നു. ഈ സെയിം വീഡിയോ എനിക്ക് ഒരുപാട് പേര് അയച്ചിരുന്നു. കാരണം എനിക്ക് ഈ അടുത്ത ദിവസങ്ങളിലേക്ക് ഇത്രയും ഒരേ വീഡിയോ പല ആൾക്കാർ അയച്ചിരുന്നു, വളരെ ചുരുക്കി ചില വിഷയങ്ങളിലാണ്. അപ്പോൾ ഇത് അയച്ചു തന്ന സമയത്ത് ഞാൻ കണ്ടു. ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ കാണാം. ആ വീഡിയോ ഞാനടങ്ങുന്ന റിയാക്ഷൻ ചാനൽസിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതിനെനിക്ക് യാതൊരു വിഷമവുമില്ല, അത് ആ കുട്ടിയുടെ വിഷമമാണ്. നമുക്ക് കേൾക്കാം. ഇവനൊക്കെ റേപ്പ് ത്രെഡിങ് ചെയ്തിട്ട് പോലും ഒരുത്തനും ഇതിനെതിരെ സംസാരിച്ചിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇവിടുത്തെ റിയാക്ഷൻ ബ്ലോഗറൊക്കെ ഇവിടെ ഫസ്മിന സാക്കിറിലല്ലു ഇവർക്കെതിരെയൊക്കെ സംസാരിക്കാനും ഇവരുടെ വീട്ടിലൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ട് സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര നാക്കാണല്ലോ. ഇതിനെതിരെയൊക്കെ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചോ? ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? അല്ലെങ്കിൽ ആരെങ്കിലും ഒരു റിയാക്ഷൻ ബ്ലോഗർ എന്റെ അടുത്ത് മെസ്സേജ് ചോദിച്ചോ എന്താ പ്രശ്നം? കുറെ ദിവസമായല്ലോ. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ക്ഷമ ചോദിക്കുന്നു പ്രിയപ്പെട്ട സഹോദരി, ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഈ ഒരു വിഷയം ഞാൻ അറിഞ്ഞതോ എൻ്റെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെട്ടതോ അല്ല. ഓക്കെ, അതൊരു എന്നാലും നിങ്ങൾ ആ പറയുന്ന വാക്കുകളെ ഞാൻ ബഹുമാനിക്കുന്നു.
നിങ്ങൾക്കൊന്നും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രം പ്രതികരിക്കുക. അവർക്ക് എന്ത് പറ്റി, അവരെന്ത് ചെയ്തു, അതിനെ മാത്രം പ്രതികരിച്ചാലല്ലേ നിങ്ങൾക്കൊക്കെ റീച്ച് ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചാൽ നിങ്ങൾക്ക് റീച്ച് വരത്തില്ലല്ലോ. വിപ്പാരെ കയറ്റണം നിന്റെ ബാക്കി പറയുന്നില്ല. എന്റെ അമ്മേനെയും എന്റെ അനിയത്തിനെയും നിങ്ങളൊന്ന് ആലോചിക്കും. നാളെ ഞാൻ ചത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കും. ഞാൻ കേസ് കൊടുത്ത ആ കേസ് ചിലപ്പോ നാളെ വളരെ ഫാസ്റ്റ് ആയിട്ട് അവൻ ആരാന്ന് കണ്ടുപിടിക്കും. ഞാൻ നാളെ ചത്ത് കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ചാൽ മതിയോ? അല്ലെങ്കിൽ നാളെ ഞാൻ ചത്ത് കഴിഞ്ഞിട്ട് റിയാക്ഷൻ വ്ലോഗേഴ്സ് ഒക്കെ ഇരുന്ന് പ്രതികരിച്ചാൽ ഓക്കെ ശരി ആ കുട്ടി മരിച്ചു, ഇങ്ങനെയുള്ള കമന്റ്സുകൾ വന്നിട്ട് ആ കുട്ടി മരിച്ചു അത് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ജീവനോട് ഉള്ളപ്പോഴാണ് നീതി വേണ്ടത്, അല്ലാതെ ചത്ത് കഴിഞ്ഞിട്ട് നീതി കിട്ടിയിട്ട് എന്തോ ഒലക്കെ ഉണ്ടാക്കാനാ? എൻ്റെ യു കെയിൽ ഉള്ള എന്നെ തൂക്കാൻ പോലീസിന് പറ്റുമോ, ഇവിടെ വന്ന് പോലീസ് പൊക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഇത് ഇതിനകത്തിട്ടേക്കണ കമൻസ് എന്നൊക്കെ പറഞ്ഞാൽ പച്ചത്തെറിയ. ഈ കുട്ടിയുടെ അമ്മയെ, കുട്ടിയുടെ സഹോദരിയെ, എല്ലാവരെയും അവരുടെ കായും പൂവും പായും തായും ഒക്കെ വെച്ചിട്ട് അങ്ങ് അപരാധം വിളിച്ചേക്കുന്നത്. അത്യാദി സംഭവം ഒരു സൈക്കോപാത്താണ്, മനസ്സിലാവുന്നുണ്ടോ? ഒരു പെൺകുട്ടിയെ എത്രമാത്രം ഹീനമായ രീതിയിൽ അതിനെ മാനസികമായിട്ട് തകർക്കാനോ തളർത്താനോ അതിൻ്റെ ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അതിൻ്റെ പീക്കിലാണ്. ആ കുട്ടിയുടെ ആകാരത്തിനെ വെച്ചിട്ട് അതിനെ പറഞ്ഞേക്കുന്ന വാക്കുകൾ എനിക്കിത് തോന്നും. ഞാൻ ഈ പറയുന്ന മഹാനോട് നിങ്ങൾ ഈ വീഡിയോ കാണുമെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ ചോദിച്ചോട്ടെ, നിനക്ക് വീട്ടിനകത്ത് നിന്നെ പ്രസവിച്ചതെല്ലാം എല്ലാം തികഞ്ഞ ഒരാളാണോടെ? എല്ലാവർക്കും കുറവുകളില്ലേടേ? എന്തിനാണ് ഈ ഒരു പെൺകുട്ടി ഇത്രത്തോളം മോശമായിട്ട് അവളുടെ പുറകെ നടന്ന് ഇങ്ങനെ ആക്രമിക്കുന്നത്? എന്തിന് വേണ്ടിയിട്ട്? താങ്കൾ എല്ലാം തികഞ്ഞവനാണോ? താങ്കൾക്ക് എല്ലാ കുറവുകളും തീർന്ന ഒരാളാണോ? വിളിക്കുന്ന വിളികളൊക്കെ അത്ര മാത്രം ഒരു സംഭവമാണ്. പിന്നെ ഒരു കാര്യം, ഇത് കേരള പോലീസ് കഴിവ് കെട്ടവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനകത്ത് ഇപ്പോൾ ഈ കുട്ടി കമ്മീഷണർ ഓഫീസിലേക്കോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സൈബർ ഡോമോ ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, യു കെയിലുള്ള ഏത് കാറിൻ്റെ ഇടയിലാണെങ്കിലും അവിടെ നിന്ന് സാധനത്തിന് തൂക്കും, സംശയമൊന്നും വേണ്ട. അത് ഉറപ്പായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അത് തീർച്ചയായിട്ടും കേരള പോലീസിൻ്റെ കഴിവിനെ നിന്നും അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും എടുക്കണ്ട. യു കെയിൽ നാട്ടിൽ വരുത്താൻ പറ്റത്തില്ലെന്നാണോ? യു കെ പൗരനാണോ? നമുക്ക് കാണാം എന്തായാലും കാത്തിരുന്നു. ഓക്കെ, ഇനി ഈ കുട്ടി എന്നോട് ഇതിനകത്ത് കമൻറ്റ്, ഈ കുട്ടി വിളിക്കുന്നതൊക്കെ അജാതി തെറിയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ എന്താണെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പം എനിക്ക് കുട്ടി കുറേ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു. കോണ്ടം പൊട്ടി ഉണ്ടായതാണ് നീ നിൻ്റെ അനിയത്തി, ഇങ്ങനെ ഇറങ്ങുന്നത്. പിന്നെ ബാക്കി വായിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അൺപാർലമെൻ്ററി എന്നല്ല പറയേണ്ടത്. ഇത് അത്രയും മോശം. നിൻ്റെ അച്ഛൻ സെക്സ് റാക്കറ്റിലുണ്ടോ നോക്കടി പൂ മോളെ എന്ന് വെച്ചാൽ പൂവിൻ്റെ അപ്പുറത്ത് റായും വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതാണ്ട കായും കൂവൊക്കെ കിടപ്പുണ്ട്, ഇത് അടക്കണ എല്ലാം നിൻ്റെ അച്ഛൻ. ഇതൊക്കെ വിളിക്കുകയാണ്. ഇതൊക്കെ എന്ത് തരത്തിലുള്ളൊരു സുഖമാണ്? എന്തിനിങ്ങനെ ഒരു കോമാളി പോയി ചത്തൂടെ? നീ എന്ത് തരം ജീവിയാണ്? കൊണ്ടം പട്ടി കണ്ട തേവിടിച്ചി മോൾ നിൻ്റെ അമ്മേരെ ഇങ്ങനെ കിടക്കുന്നു. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ശരിക്കും എന്താ പ്രശ്നം? ഞാൻ ഇവിടെ കാണാം. അപ്പോൾ ആ കുട്ടി ഒന്ന് രണ്ട് പോസ്റ്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു പോസ്റ്റ് ഇവിടെ കാണാം. കമന്റ് ഇടുന്ന നമ്പർ 1 കഴിവേറിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പൊ സ്റ്റേജിൽ പുതിയതായ ഒരാൾ വരാൻ പോവാണ്. ഇതാണ് ആ ചേട്ടന്റെ അക്കൗണ്ട്. ജാൻമണി പോലെ ചേട്ടന് നല്ല കറുപ്പാന്നല്ല, ചേട്ടന് നല്ല കഴപ്പാണ്. കഴപ്പനായ യദുചേട്ടന്റെ പ്രൊഫൈൽ ആദ്യം കയറി നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് മുഖം കാണിച്ചുള്ള പോസ്റ്റ് ഒന്നും ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ യദുചേട്ടൻ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അതുകൊണ്ട് എന്താ വീഡിയോ ചെയ്യാൻ എനിക്ക് ഭയങ്കര സിമ്പിൾ. യദുചേട്ടനാണോ ആശാൻ? ഇവനാണ് ആള് കേട്ടോ, ഇവനാണ് ആള്. പരിപ്പടയും ചായയാണ്, വയറ് നിറയ്ക്കണം കേട്ടോ. ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിനു ശേഷം അതിൽ വന്നൊരു GF കമന്റ് ആട്ടോ, ഡ്രസ്സിന്റെ അകത്ത് എന്താണുള്ളത് എന്നാണ്. ഈ ഒരു കമന്റ് അവ ഇട്ടേക്കുന്ന കമന്റ്, യദു എന്ന് പറഞ്ഞിട്ട് യദുവേ എന്ന് പറഞ്ഞിട്ട് സാധനം ഇവൻ ഇട്ടേക്കുന്ന ആ ഒരു മറ്റേ MR തൊപ്പിയുടെ കൂടെയുള്ള മറ്റേ പയ്യനുണ്ടല്ലോ, പേരെനിക്കറിയില്ല. ആ പയ്യൻ അതിൻ്റെ കൂടെയുള്ള പുള്ളിക്കാരൻ ഇട്ടേക്കുന്ന ആ ഒരു സംഭവത്തിൽ ഇങ്ങനെ പൊക്കി നോക്കുന്ന സാധനം, ആ ഒരു സാധനം ഇട്ടു. അതിന്റെ താഴെ എന്താണെന്ന് ഉദ്ദേശിച്ചത് ഒന്ന് പോയേടാന്ന് പറഞ്ഞിട്ട് അത് ഞാൻ വിശദീകരിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. നിന്നെ പ്രസവിച്ചിട്ടതിന് ശേഷം നിന്റെ അമ്മ നിനക്ക് മന്തി ഒന്നല്ലല്ലോ മേടിച്ചു തന്നത്, മുലപ്പാല കുടിച്ചിട്ടല്ലേ വളർന്നത്. അതിന്റെ കഴപ്പാണ് നീ ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്താണ് നീ യദുക്കഴപ്പന് മനസ്സിലായല്ലോ അല്ലേ? യദുക്കഴപ്പന്റെ പോലെ വേറെ കഴപ്പന്മാരുണ്ട് കേട്ടോ, 173 എണ്ണം ഉണ്ട് അതിന് ലൈക്ക് അടിക്കാൻ. ഇവരൊക്കെ ഒരേ ഗ്രൂപ്പാണെന്ന് തോന്നുന്നു. ഈ കമന്റ് എന്താ നിനക്ക് മനസ്സിലായില്ല? മലയാളം തന്നെ അല്ലേ ഇത്? നീ നിന്റെ വീട്ടിലുള്ള അമ്മേനെ പെങ്ങളൊക്കെ പുണ്ടച്ചിന്നാണോ വിളിക്കാറ്? എന്നാ അവരെ വിളിച്ചോട്ടെ, എന്നെ വിളിച്ചാൽ കണ്ണടിച്ച് ഞാൻ പൊളിക്കും, മനസ്സിലാക്കുന്നു? ഞാനിപ്പോ തരാന്ന് പറഞ്ഞ ഐഡി നിനക്ക് പണ്ടേ കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ നന്നായി പോയി. നിന്റെ കൂടെ അവര് ജീവിക്കുന്നുണ്ടല്ലോ, ഉള്ളിൽ എന്താ നോക്കാഞ്ഞിട്ട് അവന് പോയി ചത്തൂടാ നിനക്ക്. ഇനി ഇതിന്റെ താഴെ ഉളുപ്പില്ലാതെ നീ വന്ന് കമന്റോ തെറിയോ വല്ലതും വിളിച്ചിട്ടുണ്ടെങ്കിൽ മോന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ടേ. യദുചേട്ടന്റെ മോന്റെ ഞാൻ തേക്കാത്ത ചുമരുമലിട്ട് 2 വരെ അങ്ങോട്ട് ഒരിക്കും കേട്ടോടാ. അപ്പൊ അത്രേടാ, ബൈ. ഓക്കെ, അന്ന് ഈ പറഞ്ഞതിനെല്ലാം പുള്ളിക്കാരത്തി വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തിരിച്ച് മറുപടി കൊടുക്കുന്നതാണ് കണ്ടത്.
അതിനുശേഷം ഞാൻ ചോദിച്ചത് എന്താണെന്നുള്ള ഒരു വോയിസ് ആയിട്ട് അയക്കണമെന്ന് പറഞ്ഞാൽ ആ വോയിസ് കേൾപ്പിക്കാം. അതിനുശേഷം വേറൊരു സംഭവം കൂടി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്റെ അച്ഛൻ മരിച്ചിട്ട് 10 വർഷമായി. ഞാനും എന്റെ അനിയത്തിയോ ഈ വേറൊരാളെ ഒരു വെടിക്കെട്ടാണെന്നുള്ള എല്ലാ തെളിവും ഞാൻ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മേന്റെ കൂടെ ഇത്രയും കാലം കണ്ടിട്ടില്ല. ഈ കണ്ടു വളർന്നതായിരിക്കും നീ പറയുന്നത്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. ലിമിറ്റ് ക്രോസ് ചെയ്ത് ഇനി ക്ഷമിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ നിനക്ക് ആദ്യമേ പ്രതികരിച്ചുകൂടായിരുന്നു എന്ന് വെച്ചാൽ ഫേക്ക് അക്കൗണ്ടുകൾ എന്ത് വെച്ചിട്ടാണ് ഞാൻ പ്രതികരിക്കേണ്ടത്? ഒരു ഫോട്ടോ ഇല്ല, സ്വന്തം പേര് പോലും ഇല്ല. പിന്നെ പരിധി കിടക്കുമ്പോൾ ഫേക്ക് അക്കൗണ്ട് ഫോട്ടോ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കമന്റ് കണ്ടതോടെ എവിടെ നിന്നാണ് എനിക്ക് ദേഷ്യം വന്നതെന്ന് അറിയത്തില്ല. സോ കേസ് കൊടുത്തേ പറ്റുമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്റെ നാട്ടിൽ പോലും അല്ല ഞാനിപ്പോൾ ഉള്ളത്. വർക്ക് ചെയ്യുന്നത് ഫോട്ടോ വെച്ച് ആയതുകൊണ്ട് ഫോട്ടോ വെച്ച് പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ കംപ്ലൈന്റ് കൊടുത്തത്. ഈ കമന്റ്സുകളൊക്കെ അവരുടെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ സ്ഥലം കോഴിക്കോടാണ്. ഇവർ വർക്ക് ചെയ്യുന്നതാണ് കാലിക്കറ്റിലാണ്. കാലിക്കറ്റിലാണ് സ്ഥലം. വർക്ക് ചെയ്യുന്ന കൊച്ചിയിലാണ്. ഫോട്ടോ കൊച്ചിയിലെ സ്റ്റേഷനിലാണ് കംപ്ലയിൻറ്റ് കൊണ്ട് കൊടുത്തത്. കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് പഠിത്തം വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം മുന്നോട്ടുള്ള പഠിത്തം പോലും നിർത്തിയിട്ടാണ് ഈ കുട്ടി കുടുംബത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നത്. സ്റ്റോറി ഇട്ടത് കൊണ്ട് തന്നെ ഇന്നലത്തെ വീഡിയോയിൽ കമന്റ്സ് ഒന്നുമില്ല. എന്തായാലും സന്തോഷമായില്ലേ നിനക്ക്? നീ നാട്ടിലില്ല, നീ ഗൾഫിലാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് നിന്റെ അമ്മേനെ കാണാം. എനിക്കിട്ട കമന്റ് ഉണ്ടല്ലോ, നിങ്ങൾ തുറന്ന് വെച്ച് കൊടുത്ത് കാണിച്ചിട്ടാണോ ഇവൻ ഇങ്ങനത്തെ കമന്റ് ഒക്കെ ഇടുന്നതെന്ന് ഞാൻ ചോദിച്ചിരിക്കും. എടി വരുമോ നീ ചോദിച്ചില്ല. പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചില്ല ഒരു ബോർഡ്, അവിടെയാണ് കളി കൊടുക്കുന്നത്. കളിക്കാൻ നീ നേരിട്ട് വന്നാൽ വളരെ നല്ലത്. വട്ടത്തിലോ നീളത്തിലോ ഒക്കെ നമുക്ക് കളിക്കായിരുന്നിട്ട്. നീ ഇതെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. നിന്നെ പോലെ പെയ്ഡ് കമന്റ് ഇട്ട് എനിക്ക് ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടല്ല. എന്നെ പോലെ ഇങ്ങനെ ഇന്ത്യക്കാരെ വിട്ടുള്ള ഈ ഒളിപ്പൂരിനോടിക്കതായിരിക്കില്ല, നേർക്ക് നേർ. അത് മതി. നിനക്ക് ഞാനാരാന്ന് അറിയത്തില്ലായിരുന്നു, ഇനി നീ അറിയും. കേട്ടോ, ഒരു കമന്റ് ഞാൻ അവർക്ക് വായിച്ച് കേൾപ്പിച്ചെടുക്കും കേട്ടടാ. അത് കൈവരുമ്പോ ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയോ? അവരും കൂടി അറിയട്ടെ. എന്റെ അമ്മേനെ എന്റെ അനിയത്തിനെ എന്റെ മരിച്ചുപോയ അച്ഛനെയാണ് നീ പറഞ്ഞിരിക്കുന്നത്. ഇനി നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. നിനക്ക് ഇന്നും ഒരു മോചനം ഇല്ലെന്ന് നീ കൂട്ടിക്ക് പുത്ര. എന്റെ അച്ഛൻ മരിച്ചിട്ട് 10. ഓക്കെ, അതിങ്ങനെ ഈ ഒരു സംഭവം പോകുന്നു. അപ്പം നിങ്ങൾക്കും ആ ഒരു സംഭവത്തിൻ്റെ എങ്ങനെയാണെന്ന് അറിയാനുള്ള താല്പര്യം ഉണ്ടാവുമല്ലോ. ഞാനും ആ ഒരു കുട്ടിയോട് ചോദിച്ചു ഇതെന്താണെന്നുള്ള സംഭവം, ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വോയിസ്. അപ്പോൾ എനിക്കത് അയച്ചിട്ടുണ്ട്. നോക്കട്ടെ. ചേട്ടാ, ഞാൻ കാര്യം എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറയാം. വർക്കിൻ്റെ ഇടയിൽ എന്തെങ്കിലും സ്റ്റെപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വോയിസ് അയക്കും. അത് എൻ്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാനൊരു വ്ളോഗറാണ്. ഞാനിങ്ങനെ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ന്യൂ ഇയറിൻ്റെ അന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന പോലത്തെ ഒരു GF ഇട്ടു. അപ്പം ഞാനതിന് തിരിച്ചും റിപ്ലൈയും കൊടുത്തു. എന്താ പറയുക, ഞാൻ പറഞ്ഞു വീട്ടിലിരിക്കുന്നവർ നോക്കിയാൽ മതി, എൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ നീ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെയൊക്കെ ഓരോരുത്തർ കമൻ്റ് ഇടുമ്പോൾ ഈ പുണ്ടച്ചീൻ്റെ മോള്, ഈ പുണ്ടച്ചി, അപ്പോൾ അങ്ങനെ തന്നെ വിളിച്ചുകൊണ്ട് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തെറി വിളിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നവരെ എനിക്ക് തെറി വിളിക്കുന്നതും ഇഷ്ടമല്ല, തെറി വിളിക്കുന്നവരെ ഇഷ്ടമല്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാനും തെറി വിളിക്കേണ്ട അവസ്ഥയായി. കാരണം നമ്മളെ വിളിക്കുമ്പോൾ നമ്മളും വിളിക്കണമല്ലോ. അങ്ങനെ ഇവനിങ്ങനെ എന്താ പറയുക തെറി കമൻ്റ് ഇട്ടപ്പോൾ ഞാനിതാ ഈ വീഡിയോ ഞാൻ ചെയ്തു. ആ വീഡിയോ ചെയ്തതിന് ശേഷം ഇവന് എനിക്ക് മെസ്സേജ് അയച്ചു പേഴ്സണലി മെസ്സേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് ഞാൻ പ്ലേ ചെയ്ത വീഡിയോ. ആ വീഡിയോ ഒന്നും നീ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഫണ്ണായിട്ട് ഇട്ടതല്ലേ, അത് ഫണ്ണായിട്ട് കണ്ടാൽ പോരെ. എനിക്കൊരിക്കലും എന്നെ പുണ്ടച്ചി വിളിക്കുന്നത് എനിക്ക് ഫണ്ണായിട്ട് കാണാൻ പറ്റത്തില്ല ചേട്ടാ. സത്യം പറയാൻ എനിക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. അവനെ ചിലപ്പോൾ ഫണ്ണായിട്ട് അവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ അമ്മയും അവൻ്റെ പെങ്ങളെ അവൻ്റെ കുടുംബത്തിൻ്റെ അകത്തുള്ള വേറെ അവൻ്റെ ഏറ്റവും അവനിപ്പോൾ കല്യാണം കഴിഞ്ഞാണെങ്കിൽ അവൻ്റെ വീട്ടിലുള്ള അവൻ്റെ അവിടെ കയറിയിട്ട് വിളിക്കുമ്പോൾ മനസ്സിലാവും അത് ഫണ്ണാണെന്ന്. അത് ചെന്നിട്ട് വിളിച്ചിട്ട് പറയണം, എടാ ഫണ്ണായതാണ് മോനെ, ഫണ്ണാണെന്ന്. പറ്റുമായിരിക്കും, എനിക്ക് കാണാൻ പറ്റത്തില്ല. എൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന പോലത്തെ ഒരു GF ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഫണ്ണായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു നീ അത് ഫണ്ണായിട്ട് കാണുമായിരിക്കും, ഞാൻ ഒരിക്കലും അത് ഫണ്ണായിട്ട് കാണത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ അത് ഡിലീറ്റ് ചെയ്യൊന്നും വേണ്ട, എൻ്റെ ഗൾഫിൽ നിന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് വോയിസ് അയക്കുമ്പോൾ ഗൾഫിൽ നിന്നാണ് പറഞ്ഞത്. ഇപ്പോൾ UK എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്, എനിക്കറിയത്തില്ല. അപ്പം ഗൾഫിൽ എൻ്റെ ജോലി പോകാനിരുന്നതായിരുന്നു. ഇവിടെ നിൻ്റെ വീഡിയോ കണ്ടതോടെ ആ ജോലി പോയി. ഇനി 6 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നീ എൻ്റെ പേരിലൊരു വീഡിയോ ചെയ്യാവൂ. അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്നെ ഇങ്ങോട്ട് കമൻ്റ് ഇടാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇതൊക്കെ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞ ആ കുട്ടിയുടെ കാല് പിടിച്ചിട്ട് വീഡിയോസ് അടക്കം ചെയ്യല്ലേ, ജോലി പോയി നടക്കും, പിന്നെ UK ആദ്യം ഗൾഫിലാണെന്ന് പറഞ്ഞ് മാറ്റി പറയുകയൊക്കെ ചെയ്തു. ഇതെല്ലാം ചെയ്ത് ആ കുട്ടി അതും ക്ഷമിച്ചു കേട്ടോ. അതൊരു മാത്രമേ എന്നെ മോശമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യൂ, അല്ലാതെ ഞാൻ ആരെതിരെയും വീഡിയോ ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് നിനക്കുള്ളത് ഞാൻ തരും 6 ദിവസം നീ വീഡിയോ ചെയ്ത് എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട് ഇവിടുന്ന് കമ്പനിയിൽ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഒന്നും പറയാതിരുന്നാൽ ഞാനൊന്നും തിരിച്ച് പറയത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് 6 ദിവസം എന്നല്ല 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആളെനിക്ക് തെറി വിളിച്ചുകൊണ്ട് മെസ്സേജ് അയക്കാം. എൻ്റെ വീട്ടുകാർ പറയും, എൻ്റെ അമ്മേനെയും എൻ്റെ വീട്ടിലിരിക്കുന്ന എല്ലാവരും പറഞ്ഞുകൊണ്ട് ഒരു ഇങ്ങനെ വോയിസ് അയച്ചുകൊണ്ടിരിക്കണം. അത് പറയാൻ പറ്റത്തില്ല തെറിയൊന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു നീ പിന്നെ അമ്മേനെ വിളിക്കുന്ന പോലെ എൻ്റെ അമ്മേനെ വിളിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്തു. കാരണം ഞാനൊരു വർക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് പോയൊരു ടൈം എന്തോ ആണ്, അല്ല വർക്കിൻ്റെ ഇൻ്റർവ്യൂ അല്ല, വർക്കിൻ്റെ ട്രെയിനിങ്ങിന് SBIൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ട്രെയിനിങ്ങിന് പോയ ടൈമിലാണ് ഇവനിങ്ങനെ വോയിസ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിടിച്ച് ബ്ലോക്ക് ചെയ്തു. അതിന് ശേഷമാണ് ഇങ്ങനെ അപ്പോൾ
അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കേസ് പോയി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സഹി ഇട്ടിട്ട് എൻ്റെ അമ്മേനെ അത്രയും മോശമായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാൻ പോയിട്ട് കേസ് ഫയൽ ചെയ്തു. അതിൻ്റെ ഒരു സ്റ്റോറി ഇട്ട ദിവസം, സ്റ്റോറി ഇന്നലെ ഇട്ടപ്പോൾ, ഇന്നലെയല്ല മിഞ്ഞാന്ന് ഞാൻ കേസ് കൊടുത്തു. മിഞ്ഞാന്ന് ഞാൻ സ്റ്റോറി അപ്ലോഡ് ചെയ്തപ്പോൾ ഇവൻ അതിന് അന്നത്തെ ദിവസം ഞാനൊരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സാധാരണ ഒരു റീല് പോസ്റ്റ് ചെയ്തപ്പോൾ അതിന് താഴെ നോ നെഗറ്റീവ് കമൻസ്, ഒരു നെഗറ്റീവ് കമൻസ് ഒന്നും വന്നില്ല. എന്നിട്ട് ഞാൻ കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു റീലിൽ ഇവൻ, അതിവിടെ ആൾ വന്നുകൊണ്ടാട്ടോ വോയിസ് എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്ന ചേട്ടാ. ഞാൻ വർക്ക് ചെയ്യുന്നത് ഫോട്ടോ വെച്ചാണ്. എൻ്റെ വീട് കോഴിക്കോടാണ്. വർക്ക് ചെയ്യുന്ന ഫോട്ടോ വെച്ചാണ് ഇതിപ്പം എനിക്കിപ്പോൾ ഈ വോയിസ് അയച്ചു തരുന്നത് പോലും അത് ഞാൻ അങ്ങനെ കേൾപ്പിക്കാൻ കാര്യം എന്ന് വെച്ചാൽ അത് ഈ വല്ലാത്ത കണ്ടീഷനിൽ ജീവിച്ച് പോട്ടെ എന്ന് വെക്കാണ്ട് ഒരു കഷ്ടപ്പെടുന്നൊരു കുട്ടിയാടേ. വീട്ടിൻ്റെ അകത്തിരുന്ന് ചുമ്മാ റീല് മാത്രം ഇട്ട് കളിച്ചുകൊണ്ട് നടക്കുന്നൊരു കുട്ടിയല്ല അത് ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. സ്വന്തം കുടുംബത്തിൻ്റെ അകത്ത് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കിടന്ന് പൊരുവെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണത്. അത് ജീവിക്കാൻ വിട്ടിട്ടില്ലെങ്കിൽ നിനക്ക് ഒരു നിയമത്തിൻ്റെ ശിക്ഷ കിട്ടിയിട്ടില്ലെങ്കിലും ആരുടെ ശിക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് കിട്ടേണ്ടത് കിട്ടിയിരിക്കും. ഞാൻ അടിവരയിട്ട് പറയും, നിനക്ക് കിട്ടേണ്ടത് കിട്ടിയിരിക്കുകയാണ് ചെയ്യും. ഒരു സംശയം വേണ്ട. ഒരു അമ്മ വളരെയധികം കഷ്ടപ്പെട്ട് വളർത്തിയ ഒരാളാണ് ഞാൻ. അത് കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു പെയിൻഫുള്ളായിട്ട് ആ ഒരു കുട്ടി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നീ അതിൻ്റെ 100 ഇരട്ടി അനുഭവിച്ചിരിക്കും. ഉറപ്പിച്ച് തന്നെ പറയുക. അതാണ് ഞാൻ എൻ്റെ പഠിത്തം പോലും നിർത്തിയിട്ട് ഇപ്പോൾ വർക്കിന് വന്നിരിക്കുന്നത്. അവിടെ വന്നിട്ടും എനിക്ക് ഇങ്ങനത്തെ ഓരോന്നിൻ്റെ പിന്നാലെ നടക്കേണ്ട അവസ്ഥയാണ്. അത്രയ്ക്കും ഗതികെട്ടിട്ടാണ് ഞാൻ പോയി കേസ് കൊടുത്തത്. വന്നിട്ട് കമൻറ്റ് ഇട്ടേക്കുക. ഞാൻ എന്താ പറയുക, ഇന്നലെ എനിക്ക് അവർക്ക് മെസ്സേജ് അയച്ചിട്ട് അവർ നോക്കാത്തത് കൊണ്ടാണ് എനിക്ക് കമൻറ്റ് ഇടാൻ പറ്റാഞ്ഞത്. ഇനി ഒരു 100 ബംഗാളികളെയും കൂടി ഞാൻ ഇറക്കുന്നുണ്ട് കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് എന്താ പറയുക 7-8 വർഷം കമൻറ്റ് ഇടാൻ തുടങ്ങി. പക്ഷേ വിസ എടുത്തിട്ടാണ് ഞാൻ UK പോയത്. UK ആയിട്ടപ്പോഴത്തേക്കും UK പോയതും അതുകൊണ്ട് തന്നെ നിൻ്റെ പോലീസുകാർക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് കമൻറ്റ് ഇടുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ നിയമത്തിനെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ ചേട്ടാ. നമ്മളെ നിയമം കുറച്ചെങ്കിലും സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഇവനൊന്നും ഇങ്ങനെ കിടന്ന് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. നമ്മളെ നിയമത്തിന് ഒന്നും നമ്മളെ നിയമത്തിനെ കൊണ്ട് പറ്റത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇവനൊക്കെ ഇത്രയും ധൈര്യത്തിലിരുന്ന് സംസാരിക്കുന്നത്. ഇതിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ ദിവസത്തോടെ ഞാൻ മൈൻഡ് ആകെ ഔട്ടായി. ഞാൻ ഡിപ്രഷനിലേക്കൊക്കെ പോയ ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ തിരിച്ച് അതേ ഒരവസ്ഥയിൽ ഇരുന്ന് കരയുവാണ് ഞാൻ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നേ ഇല്ല. സത്യം പറഞ്ഞിട്ട് ഇവനെ പുറത്ത് കൊണ്ടുവരണം എന്നുള്ളൊരു അവസ്ഥയിലെത്തി. ഓക്കെ, അപ്പോൾ ആ കുട്ടിയുടെ ഞാൻ വോയിസ് എടുത്തോട്ടോ. ഞാൻ ഈ വോയിസ് യൂസ് ചെയ്താൽ കുഴപ്പമില്ലെന്ന് ഞാൻ ചോദിച്ചാൽ, കാരണം ഒരാൾ നമുക്ക് പേഴ്സണലി അയച്ചു തരുന്നതാണ്. അതിനകത്തിന് ഇപ്പോൾ കട്ടിങ്സ് വേണം. ഇതിപ്പോൾ പുള്ളിക്കാരത്തെ അയച്ചിട്ടുണ്ട്, ഉപയോഗിച്ചോ എന്ന് പറഞ്ഞു. എന്താണ് അടുത്ത വോയിസ്? എന്നിട്ട് ലാസ്റ്റ് നീ കിടന്ന് കുണയ്ക്കുന്നുണ്ടല്ലോ മോളെ. നീ ആരേടി നീ പേടിപ്പിക്കുന്ന അറവാണി പൂരി? നീ എനിക്കിട്ട് കിടന്ന് നീ നിൽക്കില്ലേ കൊലയിലടി ഊമ്പി മോളെ. നിന്റെ വിചാരം ഏതാ? നീ ആരാണ് നിന്റെ വിചാരം? ഞാൻ കമന്റിട്ട് നിന്റെ തന്തയ്ക്കോ തള്ളയ്ക്കോ അല്ലല്ലോ. പിന്നെ നീ അത്ര കിടന്ന് കഴിക്കേണ്ട കാര്യം എന്തോടി എന്തടി? ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ആ കുട്ടി എന്തുമാത്രം ഇവനെ അങ്ങോട്ട് സഹിച്ചു എന്ന് ആലോചിച്ച് നോക്കണേ. ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു നിർധനയായിട്ടുള്ള ഒരു കുട്ടി സ്വന്തം ജീവിതം ഒറ്റക്കാലിൽ നിന്ന് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയ്ക്ക് അവൻ വിളിച്ച വിളിയാണ്. വേണമെങ്കിൽ ആ കുട്ടി ഇപ്പോഴേ അതൊക്കെ എടുത്ത് പുറത്തു വിടായിരുന്നു. അത് അവിടെ ഒരു മാന്യത കാണിച്ചു എന്നുള്ളതാണ്. നല്ല അച്ഛൻ്റെ അമ്മയുടെ മകളാണെന്നാണ് എന്തൊക്കെയാണ് ആ കുട്ടിയെ പറഞ്ഞത്. ഏതൊക്കെ തരത്തിലുള്ള ഒരു സ്ലഡ് ഷെയിമിൻ്റെ ഒരു എക്സ്ട്രീം വെർഷൻ അത് കടന്നിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഇത്രയും വളരെ മോശമായി പറഞ്ഞ് ഇവനെ എതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്താണല്ലോ കഴിഞ്ഞെന്നുള്ളതിന് സത്യം പറഞ്ഞാൽ വല്ലാതെ വിഷമം തോന്നുന്നു കേട്ടോ. ഇനി ആദ്യമേ തന്നെ ഒരു എന്താണ് ആൾക്കാരുടെ അടുത്തൊരു നമ്മൾ ഇത് പറയുമല്ലോ, നിങ്ങളിത് 18 വയസ്സിന് മേലുള്ളവർ കാണണമെന്ന് പറയേണ്ട ഒരു സാധനമാണിത്. കാരണം അത്രമാത്രം തെറിയാവും പറഞ്ഞേക്കുന്നത്. ബട്ട് എന്ത് പറയാനെന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഇവനെപ്പോലുള്ള സൈക്കോപാത്തുകളുടെ ഒരു കാരണം പറയാം. ഇവനെപ്പോലുള്ള ആൾക്കാർ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫെമിനിസ്റ്റുകളെന്നും ഈ മറ്റേ ചില സ്ത്രീകൾ ഈ ആൺ വെറുപ്പ് കൊണ്ട് നടക്കൂ എന്നൊക്കെ പറയും, നമ്മൾ പബ്ലിക്കിൽ പറയും. ഇവനെപ്പോലുള്ളവന്മാർ പിന്തുടർന്ന് ഓരോ സ്ത്രീകളെ ആക്രമിക്കും. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുണ്ടല്ലോ, ആ സ്ത്രീകൾ പിന്നെ ആണുങ്ങൾ എങ്ങനെ കാണണമെന്നാണ് പറയണ്ടേ? ഇവനെപ്പോലുള്ള ഞരമ്പന്മാരും ഇവനെപ്പോലുള്ള കുറേ അധികം അലവലാദികളും വൃത്തികെട്ടവന്മാരും ഈ കാട്ടപരാധികളും
ഇതുപോലുള്ള കാര്യങ്ങൾ കാണിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് ആണുങ്ങളോട് വെറുപ്പ് തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എല്ലാവരും ഇങ്ങനെയാണെന്ന് ചിന്തിക്കും, ജനറലായിട്ടൊരു സംഭവം ചിന്ത വരും, അവരങ്ങോട്ട് മാറും, ആണുങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? ഇവനൊക്കെയാണ് അതിന് കാരണം, ഇവനെ പോലുള്ളവന്മാരാണ് കാരണം. ഗോവിന്ദചാമിമാരുടെ മൈൻഡ് സെറ്റും വെച്ചുകൊണ്ട് പബ്ലിക്കിൻ്റെ അകത്ത് നിൽക്കുന്ന ഓരോ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പുറകെ നടന്ന് അവരെ ഒരു ദിവസം ഒന്ന് പറഞ്ഞ് കഴിഞ്ഞു വിട്ടുകളാ ഇല്ല, പുറകെ നടന്ന് ആക്രമിക്കുക. എന്നിട്ട് ആ കുട്ടിയുടെ വീണ്ടും വിളിച്ചെങ്കിൽ തെറി നിങ്ങൾ കേട്ടില്ലേ? ഇതിന് സത്യം പറഞ്ഞാൽ നമുക്കിപ്പം നിയമപരമായിട്ട് ആ കുട്ടി ഇപ്പം കൊടുത്തേക്കുന്ന കേസ് എറണാകുളം ഫോർട്ട് കൊച്ചി സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇതിന് നീതി കിട്ടാതിരിക്കുന്ന സാഹചര്യവും ഈ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇവിടുത്തെ നമ്മുടെ സിസ്റ്റത്തിന് തീർച്ചയായിട്ടും അതിനൊരു ഉത്തരവാദിത്വം ഉണ്ടാകും. യാതൊരു സംശയവും വേണ്ട, അതിന് ഒരു സംശയവും വേണ്ട. അതിന് അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് നിയമപരമായി തന്നെ അവൻ എവിടെ ഉണ്ടെന്ന്, കാരണം അവരിപ്പോൾ UK പറയുന്നത് പച്ചക്കള്ളമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവൻ UK ഒരു തേങ്ങയിലുമല്ല. അവൻ ഇപ്പോൾ ഉള്ളത് ശരിക്കും വല്ല UAE കൺട്രീസിലെല്ലാം ആയിരിക്കും. കൂടുതൽ കാര്യങ്ങൾ പുറത്ത് വന്ന് ഇവൻ്റെ ലൈഫിൽ പണി കിട്ടുമെന്ന് കരുതിയിട്ടായിരിക്കാം ഇവൻ ഇങ്ങനെ കറങ്ങി നിൽക്കുന്നത്. അവൻ്റെ ID ഇതാണേ, കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുമെന്ന് അറിയത്തില്ല. കാണാൻ പറ്റുമോ? സ്ക്രീൻഷോട്ട് എടുത്ത് ഇടണമെന്നുണ്ട് ഞാൻ. യദുവേ എന്നുള്ളതാണ്, യദു കൃഷ്ണ എന്നുള്ളതാണ്. ഓക്കെ, റെസ്പെക്ട് സർക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം കുറേ സംഭവമുണ്ട്. ഓക്കെ, കുറേ അധികം സംഭവങ്ങളുടെ അകത്ത് ഈ ഒരു സാധനം പുള്ളിക്കാരത്തിയുടെ ആ ഒരു സ്റ്റോറിക്കകത്തുകൊണ്ട് പുള്ളി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ കുട്ടിയുടെ പേര് ലയ അജേഷ് എന്നാണ്. ഇതാണ് ഈ കുട്ടിയുടെ അക്കൗണ്ട്, ലയ അജേഷ്. ഓക്കെ, ഈ ID-ക്കകത്ത് ഈ കുട്ടിയുടെ ID-ക്കകത്തൊക്കെ പോയിട്ട് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ ആ കുട്ടിക്ക് നിയമപരമായ സംവിധാനങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യണം. നിയമപാലകരായിട്ടുള്ള ആൾക്കാർ ഒക്കെ ഇത് കേൾക്കുകയാണെങ്കിൽ ദയവായി പ്ലീസ് ഈ കുട്ടിയുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്, ആ കുടുംബത്തിന് വേണ്ടിയിട്ട്, ഈ പറയുന്ന ഞരമ്പ് രോഗിയെ, ഇതുപോലുള്ള കുറേയധികം സ്ത്രീകൾക്ക് ഇനി ഫ്യൂച്ചറിലും അതുപോലെ തന്നെ ആണുങ്ങൾക്ക് തന്നെ നാണക്കേടാവുന്ന തരത്തിലുള്ള ഇത്തരം ആൾക്കാർക്കെതിരെ നിയമം ശക്തമായ നടപടി എടുക്കണമെന്ന് താഴ്മയായിട്ട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ കുട്ടിയോട് ഞാൻ പറയുന്നത്, സീരിയസ്ലി എന്താവശ്യമുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. എന്നെക്കൊണ്ട് വ്യക്തിപരമായി കഴിയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിന് ഒരു മടിയുമില്ല, തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും. കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് കമ്മീഷണർക്ക് നേരിട്ടൊരു കംപ്ലയിൻറ്റ് കൊടുക്കുക. ഓക്കെ, ബാക്കി ഈ ഒരു കാര്യങ്ങൾ സോഷ്യൽ മീഡിയക്കകത്ത് നിങ്ങളുടെ ഈ ഒരു സംഭവങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളടക്കം ഇത് ചർച്ച ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചധികം ആൾക്കാർ സോഷ്യൽ മീഡിയക്കകത്ത് ഈ ഒരു സാധനം ഏറ്റെടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ നീതിയിലേക്ക് നിങ്ങളെത്തും. അതുകൊണ്ട് കമ്മീഷണർക്കും കൂടെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. പറ്റുമെങ്കിൽ ഓൺലൈനായിട്ടാണെങ്കിൽ CM-ൻ്റെ ഓഫീസിലേക്ക് ചീഫ് മിനിസ്റ്റർക്കും കംപ്ലയിൻറ്റ് കൊടുക്കുക. ഓക്കെ, അത് വളരെ നല്ല കാര്യമായിരിക്കും. എന്ത് പറയാടേ, ഇവനെപ്പോലുള്ള ഞരമ്പന്മാരെക്കുറിച്ച് എന്താ പറയാനുള്ളത്? യദുവേ, ഈ യദു എന്ന് പറഞ്ഞ ഈ മഹാനെ കുറിച്ച് അറിയുന്നവരാരെയും കൊണ്ട് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇവൻ എവിടെ വർക്ക് ചെയ്യുന്നു, എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അവൻ്റെ വീട്ടുകാരും കൂടെ ഇത് കാണുവാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരുത്തനാണല്ലോ നിങ്ങൾ ഉണ്ടാക്കിയത് എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.